ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അതിനുശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. കട്ടിങ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഞാൻ അതിനകത്ത് ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ തന്നെ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. ഇതിനകത്ത് ഒരുപാട് ഹെവി സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെ ഒന്നും വരുന്നില്ല. എന്നാലും കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം കട്ടിങ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ മെയിനായിട്ട് അളവുകളൊക്കെ വരച്ച് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോത്ത് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിൽ റഫായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പീസ് എടുക്കാം. അത് നല്ല വശം മീതേക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് മീതെ ലൈനിങ് വെച്ചിട്ട് നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണത് വേറൊരു പാറ്റേണിലാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ നമ്മുടെ ചാനലിൽ മുന്നേയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിനകത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആം ഹോളും അതുപോലെ തന്നെ ആം ഹോളും അതുപോലെ തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിന് മീതെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കും ആം ഹോളും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക. ബാലൻസ് വരുന്ന ഭാഗമുണ്ടല്ലോ, അതായത് ബാലൻസ് നിൽക്കുന്ന ആ ഒരു പീസ്, ആ പീസ് മൊത്തം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരിക്കും, കാരണം നമ്മൾ റഫായിട്ടാണ് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ്ങിലാണ് കറക്റ്റ് അളവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അളവ് നോക്കിയിട്ട് മെയിൻ ക്ലോത്തിൽ ബാലൻസ് നിൽക്കുന്ന പീസെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അതായത് നെക്കിലും ആം ഹോളിലും നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അപ്പോൾ അടുപ്പിച്ച് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് ഇത് മറച്ചിടുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് അടുത്ത പീസ്, അതായത് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ബാക്ക് പോർഷൻ മാത്രം എടുക്കാം. അത് കറക്റ്റായിട്ട് സെൻറ്റർ ഫോൾഡ് കൊടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു കട്ട് ചെയ്ത പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ റൗണ്ട് നെക്കിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെക്കും ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തുണിക്ക് വ്യത്യാസങ്ങളൊന്നും വരില്ല, തുണി തെന്നിപ്പോവുകയോ അളവുകൾ മാറുകയൊന്നും ചെയ്യില്ല. അതിനുശേഷം മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പീസ് നമുക്ക് മറച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു മറച്ചിടുന്ന പീസ് ബാക്ക് പോർഷൻ എടുക്കാം കേട്ടോ, കാരണം ബാക്കിൽ നമ്മൾ ഹുക്കിൻ്റെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു പോർഷൻ നമുക്ക് മറച്ചിട്ടെടുക്കാം. ഏതെങ്കിലും ഒരു വശം മാത്രം നല്ല വശം പുറത്തേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ മറച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വി ഷേപ്പ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം, കാരണം ആ ഒരു ഷേപ്പ് ഇതുപോലെ കത്രിക വെച്ചിട്ട് നല്ല നീറ്റാക്കി എടുക്കണം. അത് കറക്റ്റായിട്ട് വരണം കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് മീതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല, നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഷാർപ്പാക്കി കൊടുക്കുക. നമ്മളിതുപോലെ കത്രിക വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ഇട്ടതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വശം മാത്രം നമ്മൾ നല്ല വശം പുറത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ എടുക്കാം. അതിൻ്റെ ലൈനിങ് പോർഷൻ നമുക്ക് ഫ്രണ്ടിലേക്കാക്കി വെക്കാം. അതിന് മീതിയായിട്ട് ലൈനിങ് പോർഷൻ ഫ്രണ്ടിലാക്കി വെക്കുക. ഒന്നെങ്കിൽ മോശം വശം രണ്ടിൻ്റെയും മീതേക്കാക്കി വെക്കുക, അല്ലെങ്കിൽ രണ്ടിൻ്റെയും നല്ല വശം മീതേക്കാക്കി വെക്കുക. നല്ല വശം എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ വശം കേട്ടോ. അതിനുശേഷം ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മറച്ചിട്ടിട്ടുള്ള പീസ് ഉണ്ടല്ലോ ബാക്ക് പോർഷൻ, ആ ഒരു പീസ് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക. ഷോൾഡറിൻ്റെ പോയിൻ്റിൽ കൂടെ കറക്റ്റ് ഷോൾഡർ ബാക്ക് പോർഷൻ്റെ ഷോൾഡർ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വെക്കണം. നമ്മുടെ ഫേസിക്ക് രണ്ടിൻ്റെയും ലൈനിങ് പോർഷൻ വെക്കുക, അല്ലെങ്കിൽ മെയിൻ ക്ലോത്തിൻ്റെ പോർഷൻ വെക്കുക. രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ പോർഷൻ നമ്മുടെ ഫേസിക്ക് വെക്കുക.
അപ്പോൾ ഇതുപോലെ ലൈനിങ് പോർഷൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അതിനകത്ത് കണ്ടോ 2 ലൈനിങ്ങും 2 മെയിൻ ക്ലോത്തും ഓരോ സൈഡിലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നാലാണ് നമ്മൾ ഷോൾഡർ വെച്ചത് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തത് തെറ്റാണ്. സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ കറക്റ്റായിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക 2 ലൈനിങ് ഒരുമിച്ചും 2 മെയിൻ ക്ലോത്തും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളും. അപ്പോൾ കണ്ടോ ഷോൾഡർ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നൂലോ കട്ടിങ്സോ അങ്ങനെ ഒന്നും പുറത്തേക്ക് കാണില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു വശം. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കാം. ആം ഹോളും അതുപോലെ തന്നെ നെക്കൊക്കെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആം ഹോളും നെക്കും അതുപോലെ രണ്ട് ആം ഹോളും നെക്കും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു വി ഷേപ്പ് നമ്മൾ താഴേക്ക് കൊടുത്തിട്ടില്ലേ ഹുക്കിനുള്ളത്, ആ ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സ്ലീവിനുള്ള വശമല്ലേ, ആ ഒരു സ്ലീവിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീസ്, ആ ഒരു പീസ് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ 2-3 പീസും കൂടെ ജോയിൻ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുറച്ച് ലെങ്ത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറവ് തുണിയായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്താക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പീസ് നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്തു നിന്ന് മോശം വശത്തേക്ക് ജസ്റ്റ് നമ്മളൊരു ഡബിൾ ഫോൾഡ് കൊടുക്കില്ലേ, ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവിലേക്കും ഓരോന്നാക്കിയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ യോക്ക് പാർട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ ആം ഹോളിൻ്റെ താഴേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം കേട്ടോ എങ്ങനെ വെക്കണേന്ന്. ആം ഹോളിൻ്റെ എൻഡിലേക്കാക്കി വെക്കരുത്, എൻഡിലാക്കി വെച്ച ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ആം ഹോളിന് താഴേക്ക് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഇറക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തുണി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ തിക്കായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തോളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം പ്ലീറ്റ് ഇടാനായിട്ട്. ഒരു സൈഡിൽ കൂടിപ്പോവാനും കുറഞ്ഞു പോകാനൊന്നും പാടില്ല. ഒരുപോലെ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഈ ക്ലോത്തിനകത്ത് പ്ലീറ്റ് ഇട്ടിട്ട് ഈ ഒരു യോക്ക് പാർട്ടായിട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നേരിട്ടിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഭംഗി ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിച്ച് വരില്ല, ആ ഒരു പ്ലീറ്റിനകത്ത് ഒരുപാട് സ്റ്റിച്ച് വരില്ല. സെപ്പറേറ്റ് പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് വരും. അപ്പോൾ അത് കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലീറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1.5 ഇഞ്ച് ബ്ലാങ്ക് ആയിട്ട് ഇടണം. അതായത് പ്ലീറ്റ് ഇടാതെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള വശങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ അടുത്ത എൻഡിൽ എത്തുമ്പോഴും കുറച്ച് സ്പേസ് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ പ്ലീറ്റ് ഇടാതെ ഇടണം കേട്ടോ. അത് നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ പോകുന്ന വശമല്ലേ, അവിടെ ഒരുപാട് പ്ലീറ്റ് ഇട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ ഞാൻ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക, താഴത്തെ ആ ഒരു ബോട്ടം പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും ഇനിയില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഡെയിലി യൂസിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ടൈ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ക്ലോത്തിൽ തന്നെ ടൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈയും കൂടെ വെച്ചിട്ട് 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അളവുകളൊന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അളവുകൾ മാറിപ്പോകുമല്ലോ. അപ്പോൾ ജസ്റ്റ് അളവുകളൊക്കെ ഒന്ന് നോക്കുക, ചെസ്റ്റ് സൈസും വേസ്റ്റ് സൈസൊക്കെ നോക്കുക. അതിന് ശേഷം സൈഡിലെ ഷേപ്പൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബോട്ടം പീസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് കേട്ടോ. ഒരുപാട് സ്റ്റിച്ചിങ് ആയിട്ട് വരണമൊന്നുമില്ല. അപ്പോൾ ബോട്ടം പീസ് ആണെങ്കിൽ നമ്മൾ 2 പീസായിട്ടല്ലേ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം പ്ലീറ്റ് ഇടാനായിട്ട്. ഒരുമിച്ച് പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഇതുപോലെ നമ്മൾ ടൈ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈ നമ്മൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫ്രോക്ക് ചെറിയൊരു ലൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ടൈ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ശീലമായ കാരണം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ കട്ട് ചെയ്ത് കളയും. നമ്മളത് ചെയ്ത് ശീലമാകുമ്പോഴേ വീഡിയോ എടുക്കുകയാണെങ്കിലും ഞാനത് ഒപ്പം ചെയ്ത് പോവാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സൈഡിലിങ്ങനെ തുണികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണക്കായിട്ട് നല്ലതൊന്ന് ലെവലാക്കി കൊടുക്കല്ലേ. അടുത്തതായിട്ട് ബോട്ടം പീസാണ്. ബോട്ടം പീസിൻ്റെ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിവശം ജസ്റ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ മൊത്തത്തിൽ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലീറ്റ് ഞാൻ ബൈ ഹാൻഡാണ് ചെയ്യുന്നത്. നമുക്ക് മെഷീനിലൊക്കെ പ്ലീറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മൾ നൂലൊക്കെ വെച്ചിട്ട് തുന്നിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ടൈപ്പൊക്കെ ഇല്ലേ, അങ്ങനെ പ്ലീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം മൊത്തത്തിൽ. ഈ ഒരു വേസ്റ്റിൻ്റെ അളവിലേക്കാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വേസ്റ്റ് റൗണ്ടിലേക്ക് വരണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അളന്ന് നോക്കിയിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റൊക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ആയുധം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ് ഇട്ട് കൊടുക്കാറ്. എനിക്ക് ഇത് വെച്ചിട്ട് പ്ലീറ്റ് ഇടുമ്പോൾ കുറച്ച് സ്പീഡാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഒരളവിൽ കിട്ടാറുണ്ട് പ്ലീറ്റ് ഇടുമ്പോൾ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്ലീറ്റ് ഇട്ടതിന് ശേഷം ആ ഒരു 2 എൻഡും കൂടെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേസ്റ്റായിട്ട് ജോയിൻ്റ് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം കേട്ടോ ഇതിന് ശേഷം. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് വേസ്റ്റിൻ്റെ ആ റൗണ്ടിലേക്ക് കറക്റ്റ് എങ്ങനെയാണ് പ്ലീറ്റ് ഇടുക എന്നുള്ളത്. എല്ലാവർക്കും ഒരുപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടാൻ പറ്റുന്നില്ല. എന്തായാലും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലീറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. നിങ്ങളങ്ങനെ വരുമ്പോൾ ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റുകളൊക്കെ ഇടയിൽ ഇട്ട് കൊടുക്കുക, ഗ്യാപ്പ് നോക്കിയിട്ട്. അതല്ലാതെ നമ്മൾ മൊത്തം സ്റ്റിച്ച് അഴിക്കാനോ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് യോക്ക് പാർട്ടായിട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴത്തെ ബോട്ടം പീസിൻ്റെ നല്ല വശം മീതേക്കായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ബോട്ടം പീസിൻ്റെ മീതേക്ക് ഉള്ളിലേക്ക് ഇതുപോലെ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേസ്റ്റ് റൗണ്ട് കറക്റ്റാക്കി കൊടുക്കുക. കണ്ടോ, രണ്ടിൻ്റെയും വേസ്റ്റിൻ്റെ ആ ഒരു വശം ജസ്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് റൗണ്ട് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് കേട്ടോ. ഇതിനകത്ത് ഇനി ഞാൻ വേറെ ബോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റൗണ്ട് മൊത്തം ഒന്ന് ഡബിൾ സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിയും. അത് മൊത്തത്തിലൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക. അപ്പോൾ ഞാൻ താഴെ ലൈനിങ് വെക്കുന്നില്ല ബോട്ടം പീസിന്. നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് വേണ്ട എന്നുള്ളത് കേട്ടോ. ഞാൻ യോക്ക് പാർട്ടിൽ എന്തായാലും ലൈനിങ് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ട് ലൈനിങ് വെക്കുമ്പോഴാണ് കേട്ടോ. ഇങ്ങനത്തെ തുണികളൊക്കെ ഇല്ലേ, കുറച്ച് കനം കുറവുള്ള തുണികളും ഇങ്ങനെ വലിഞ്ഞു പോകുന്ന തുണികളൊക്കെ, അങ്ങനത്തെ തുണികളൊക്കെ ആകുമ്പോൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പ്ലീറ്റൊന്നും വരുന്നില്ല കേട്ടോ. കണ്ടോ, ചെറുതായിട്ടൊരു പ്ലീറ്റേ ഉള്ളൂ. താഴേക്ക് നല്ല രീതിക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഒരുപാട് ഹെവി സ്റ്റിച്ചിങ് ഒന്നല്ല, സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. റിവ്യൂസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.